റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ പുനരാലോചന ഉണ്ടായേക്കും. നികുതി ഇളവ് പുനഃപരിശോധിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മേൽ കടുത്ത സമ്മർദ്ദമുയർന്നു എന്നാണ് സൂചന. വകുപ്പ് മന്ത്രി പോലും അറിയാതെ മദ്യനികുതി നിശ്ചയിച്ചത് തെറ്റാണെന്നാണ് നേതാക്കളുടെ നിലപാട്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, വകുപ്പ് മന്ത്രി എം ലിജുവിന് കടുത്ത എതിർപ്പുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരങ്ങളുമുണ്ട്. കെ.സി. വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇതിൽ ആശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കും, ആശങ്കയുണ്ടെങ്കിൽ ദൂരീകരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഇന്നത്തേക്ക് ഇത് പോരെ എന്നാണ്. അതായത് താൻ പറഞ്ഞത് ചർച്ചയാകുമെന്ന് കെ.സി. വേണുഗോപാലിന് അറിയാം. മധു, ഏറ്റവും പ്രധാനമായ നിലപാടാണ് കെ.സി. വേണുഗോപാൽ പരസ്യമായി എടുത്തത്. കാരണം സംസ്ഥാനം ഭരിക്കുന്ന യു.ഡി.എഫ് സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെ ആ സർക്കാരിന്റെ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം മന്ത്രി എം ലിജു അറിയാതെ എക്സൈസ് വകുപ്പിലെ സുപ്രധാന തീരുമാനമെടുക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ ഇളവ് വരുന്നു എന്നതാണ് മദ്യവ്യാപനത്തിന് വഴിയൊരുക്കും എന്ന അഭിപ്രായം അത് വി.എം. സുധീരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു തിരുത്തലിന് സർക്കാർ തയ്യാറെടുക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നത്. എം ലിജു ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ട തന്റെ പ്രതിഷേധം അറിയിക്കാൻ തയ്യാറെടുത്തതാണ്. ഇതുവരെ കൂടിക്കാഴ്ചയുടെ സമയം നിശ്ചയിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളേക്ക് മാറാൻ സാധ്യതയുണ്ട് ആ കൂടിക്കാഴ്ച. രഹസ്യമായി എക്സൈസ് മന്ത്രിയായ എം ലിജു മുഖ്യമന്ത്രിയെ കാണാനായിരുന്നു ആലോചിച്ചതെങ്കിൽ അത് പരസ്യമായ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച വൈകുന്നത്. കടുത്ത പ്രതിഷേധം എം ലിജുവിനുണ്ട്. കാരണം വകുപ്പിലെ ഏറ്റവും പ്രധാന തീരുമാനമാണ്. ആ തീരുമാനം എന്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചില്ല എന്ന ഒരു ചോദ്യമാണ് എം ലിജു ഉയർത്തുന്നത്. മാത്രവുമല്ല, ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അത് പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യുന്നതാണ് കീഴ്വഴക്കം. ഈ തവണ കോൺഗ്രസ് നേതാക്കളുമായി മുതിർന്ന നേതാക്കളുമായോ പാർട്ടി വേദിയിലോ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നില്ല. കാരണം ഇതൊരു മദ്യനയത്തിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തൽ. അതുകൊണ്ടാണ് നേരത്തെ സമാനമായ വിഷയങ്ങളിൽ എം ലിജുവിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് വി.എം. സുധീരന്റെ കത്ത്, ഈ മൂന്ന് കാര്യങ്ങളെയും ഒപ്പം സഭാ നേതൃത്വത്തിന്റെയും സമസ്തയുടെയും അടക്കം സമ്മർദ്ദങ്ങളും ഇതെല്ലാം അതിജീവിച്ച ഈ ബജറ്റ് പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാൻ വി.ഡി. സതീശന് കഴിയുമോ? മധു, ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സഭയുടെ എതിർപ്പിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാൻ വി.എം. സുധീരനാണ് വി.ഡി. സതീശനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടാകുക. അങ്ങനെയുള്ള വി.എം. സുധീരൻ തന്നെ തിരുത്തണമെന്ന ആവശ്യവുമായി അത് പരസ്യമായ കത്താണ്, രഹസ്യമായിട്ടല്ല കത്തയച്ചത്. ആ കത്ത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് നിലപാട് മയപ്പെടുത്തേണ്ടി വരും. ഈ ബജറ്റിലെ പ്രഖ്യാപനത്തിലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ അതിൽ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി വേദിയിൽ ചർച്ച നടത്തേണ്ടി വരും. മദ്യനയം എന്ന നിലയിൽ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ സ്വാഭാവികമായും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി പാർട്ടി അധ്യക്ഷനുമായി കെ.പി.സി. അധ്യക്ഷനടക്കമുള്ള സമിതിയുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇനിയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം കെ.സി. വേണുഗോപാൽ തന്നെ പരസ്യ നിലപാട് സ്വീകരിച്ചത് അത് വി.ഡി. സതീശനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടത് എന്നാണ് നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല, സഭാ നേതൃത്വം ഇങ്ങനെ ആയിരുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാന